നമസ്കാരം. എഡ്ജ് വിത്ത് എഡ്ജിന്റെ വീക്കിലി വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് റേഷ്യോ സ്പ്രെഡിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ്, അതിന്റെ ഡിപ്ലോയ്മെന്റ്. റേഷ്യോ സ്പ്രെഡ് സത്യത്തിൽ ഒന്നല്ല, ഒരു 7-8 തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അത് 1:2 ഉണ്ടാവും, 1:1:3, 1:4, 1:5. അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ലീപ്പിലുള്ള കലണ്ടർ ടൈപ്പ് 1:1:3. അപ്പോൾ ഈ രീതിയിൽ പല രീതി ഉപയോഗിക്കാം. ഇതിൽ നമ്മൾ സി സൈഡിൽ അതുപോലെ പി സൈഡിൽ നിങ്ങളെ കാഴ്ചപ്പാടിനനുസരിച്ച് ഇതിൽ ഏത് സൈഡിലേക്ക് വേണം നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് ചിന്തിക്കുക. അതിനനുസരിച്ച് വേണം ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ. അപ്പോൾ ഇതിൽ ലാഭം വർദ്ധിപ്പിക്കാനുള്ള വഴികളുണ്ട്. അതുപോലെ സീറോ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ മാക്സ് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ മാർക്കറ്റ് നമുക്ക് എതിരെ പോയി കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ്സ്, ഇങ്ങനെ 2 രീതികൾ നമ്മളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വിശദമായ വീഡിയോ കാണുന്നതിനേക്കായിട്ട് നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. ഇന്ന് നോക്കാൻ പോകുന്നത് റേഷ്യോ സ്പ്രെഡിൻ്റെ 4 തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഇത് അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്ക് മോക്കിൻ്റെ ഈ ഹോം പേജിൽ വരാം. അപ്പോൾ ഇപ്പോൾ സെബീൻ്റെ കർശനമായ റൂളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ മാർച്ച് മാസം നോക്കാം. ഇതിലിപ്പോൾ നിങ്ങൾ 4 രീതി പഠിക്കുന്നത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളെ റേഞ്ച് വിട്ട് പോകുന്ന സമയത്ത്, കാരണം അതിന് 1.5 ലക്ഷം റുപ്യ മുതൽ 2 ലക്ഷം രൂപ വരെ പീക്ക് മാർജിൻ വരുന്ന സമയത്ത് ആവശ്യമുള്ള ട്രേഡ് നമുക്ക് ഒരു പൈസയും കിട്ടാതെ നമ്മൾ ക്ലോസ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ അതിന് വേണ്ടി മിനിമം പ്രോഫിറ്റ് എങ്കിലും ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാർച്ച് മാസത്തിൽ പോവാം. മാർച്ച് 3-ന് ഇതൊക്കെ ചെയ്യാൻ പറ്റുക, ഏറ്റവും നന്നായി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക മന്ത്ലിയാണ്. ഓക്കെ, അക്കാര്യം മനസ്സിലാക്കുക. നോർമലി ഹൈ വിക്സ് ഉള്ള സമയത്ത് ഓക്കെ, ഒരു ബൈ വീക്കിലി അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി 3-ാം തീയതി മാർച്ച് 3 നമ്മളെ എക്സ്പയറി 27 മാർച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മാർച്ച് 3 നമ്മളൊരു 10 മണിക്ക് ഒരു 10:16 10:15 ഒരു മണിക്കൂറായി മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ചെയ്യുക ഒരു 25 to 30 ഡെൽറ്റ. കാരണം ATM നിന്ന് കുറച്ച് മാറി നിൽക്കുക. കാരണം ഒരുപാട് ദിവസങ്ങൾ 10-25 ദിവസത്തെ എക്സ്പയറിക്ക് ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ATM നിന്ന് മാറി നിൽക്കാൻ പറ്റുമോ അത്രത്തോളമാണ് നമ്മളെ വിജയം. ഞാൻ 31 ഡെൽറ്റ, അതായത് 21,800. 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാനില്ല. പിന്നുള്ള 50-ൻ്റെയൊക്കെ അത് 850, 750, അത് ലിക്വിഡിറ്റി ഇഷ്യൂ മറ്റേ ഇതൊക്കെ വരുന്നതുകൊണ്ട് ഞാനതിൽ 21,800 അത് ഞാൻ എന്ത് ചെയ്യുന്നു, ബൈ ചെയ്യുന്നു. നമ്മൾ നോർമലി ഉണ്ടാക്കാൻ പോകുന്നത് 1:2 ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എത്രയാണ് എൻ്റെ ഡെബിറ്റ് ഉള്ളത്? അതായത് ഞാൻ ബൈ ചെയ്യാൻ സാധനം പൈസ അങ്ങോട്ട് കൊടുത്തത് 164 റുപ്യ, അതായത് 165 റുപ്യ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏറെക്കുറെ നിങ്ങൾ റേഷ്യോ സ്പ്രെഡ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഏറെക്കുറെ അതിനോട് അടുത്ത്, ഇനി അല്പം ഡെബിറ്റ് ആയാലും ശരി ക്രെഡിറ്റ് ആയാലും ശരി കുഴപ്പമില്ല, ആ ഒരു തുകയ്ക്കുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, സെല്ല് ചെയ്യണം. അങ്ങനെ സെല്ല് ചെയ്ത് ഇത് കറക്റ്റ് ആക്കണം. അപ്പോൾ 165 റുപ്യ, അപ്പോൾ നമ്മൾ ഏറെക്കുറെ അതിനോട് അടുപ്പിച്ചൊരു തുക, ഈ 50 ഒഴിവാക്കിയിട്ട് ഉള്ള തുക, ഇത് ഒരു കാര്യം ചെയ്യാം, 21,400, അത് 160 ആവുള്ളൂ, കുഴപ്പമില്ല, ചെറിയ ഡെബിറ്റേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഞാൻ 1:2, അപ്പോൾ രണ്ടാമത്തെ സെല്ല് ചെയ്തു 2. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ റേഷ്യോ സ്പ്രെഡ് 1:2. ഇപ്പോൾ ഉദ്ദേശം 22,031, അവിടെയാണ് ATM ഉള്ളത്. നമ്മൾ 21,000, ഉദ്ദേശം ഒരു 1000 പോയിൻറ്റിൻ്റെ റേഞ്ച് നമുക്കുണ്ട്. 1000 പോയിൻ്റ് റേഞ്ചിൽ ഈ ഭാഗത്ത് എവിടെ നിൽക്കുകയാണെങ്കിൽ ഫുൾ പ്രോഫിറ്റ്, ഇവിടെ ആണെങ്കിൽ നമുക്കൊരു 300 റുപ്യ നഷ്ടം ഉണ്ടാവും. അപ്പോൾ ഇത് മാർക്കറ്റ് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാം, ഏത് രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കാൻ നോക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 4 രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 4 രീതിയിലും ഫുള്ളായിട്ട് 27 വരെ ഞാൻ ഇതിൻ്റെ സ്റ്റിമുലേഷൻ കാണിക്കാമെന്ന് പറഞ്ഞാൽ ഇതൊരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ വരും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാം. 2-3 ദിവസം മാർക്കറ്റ് പുറത്തേക്ക് പോകുന്ന സമയത്ത് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഇതൊക്കെ ലൈവ് മാർക്കറ്റിൽ ഞാൻ ചെയ്യുന്നതാണ്, നമ്മളെ ഗ്രൂപ്പിലൊക്കെ ചെയ്യിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നടക്കാത്തൊരു കാര്യമില്ല, അങ്ങനെ നിങ്ങൾ ഇത് ചെയ്യേണ്ട. അത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് എൻഡ് ഓഫ് ദ ഡേ പോയി വെക്കാം.
എൻഡ് ഓഫ് ദ ഡേ നമ്മൾ പോയി, മാർക്കറ്റ് കുറച്ച് മുന്നോട്ട് പോയി. അപ്പോൾ 3-ാം തീയതി വൈകുന്നേരമായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, എൻഡ് ഓഫ് ദ ഡേ പിറ്റേ ദിവസം 4-ാം തീയതി പിന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് ഒരുപാട് നമ്മൾ ഇന്നൊരു 10-700 പോയിൻറ്റോളം മുന്നോട്ട് പോയി. ഇപ്പോൾ എത്ര, 22,344. നമ്മൾ ഉദ്ദേശം ഒരു 300-350 പോയിൻറ്റോളം നമ്മൾ മുന്നോട്ട് പോയി. അപ്പോൾ ഇന്ന് എത്രയായി? അപ്പോൾ ഇതിലിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഈ സ്പ്രെഡുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് അതൊന്ന് നോക്കുക. ഇതിപ്പോൾ 21,400 മറ്റേ 21,800 അല്ലേ? അപ്പോൾ ഇത് തമ്മിൽ 400 പോയിൻ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ വ്യത്യാസം കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ ആഴ്ചയിൽ തന്നെ പോയിട്ട് അഗ്രസീവായിട്ട് ഇതിൻ്റെ അടുത്തേക്ക് ചെല്ലരുത്. മാർക്കറ്റ് ഒരുപാട് വയലൻ്റ് ആവും. മാർക്കറ്റ് പ്രത്യേകിച്ച് ഇത് പിറകുവശത്തേക്കാണ്, പി സൈഡിലേക്ക് പൊതുവേ പറയുന്നതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കയറിപ്പോകുന്നത് കോണിപ്പടി വഴിയാവും, പക്ഷേ ഇറങ്ങുന്നത് ലിഫ്റ്റ് വഴിയാവും. 1000 പോയിൻ്റ് വീഴാൻ 4 ദിവസം മതി. പക്ഷേ അത് കയറി കിട്ടാൻ ചിലപ്പോൾ നല്ല കാരണങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു 6, 7, 8, 10 ദിവസം പിടിക്കും. പക്ഷേ വീഴാൻ എന്തെങ്കിലും മോശം കാരണത്തിൻ്റെ പേരിൽ വീഴാനായിട്ട് കാത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള ഇത് ഡിഫറൻസ് കുറയ്ക്കുക എന്നുള്ള ആദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരുപാട് സ്റ്റിമുലേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 കഴിയുമ്പോഴേക്ക് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എന്ത് ചെയ്യുന്നു, ഇതിപ്പോൾ ഞാനിത് 600ലേക്ക് കൊണ്ടുവരാം. അതായത് ഒരു 200 പോയിൻ്റ് ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ഇതിൽ കുറഞ്ഞ പ്രോഫിറ്റേ ഉള്ളൂ. പക്ഷേ എന്നിട്ട് ഞാൻ 21,600 2 ഞാൻ എന്ത് ചെയ്തു, സെല്ല് ചെയ്തു 2. ഓക്കെ, അപ്പോൾ എന്തായി, നമുക്ക് നേരത്തെ ഒരു 300 രൂപ നഷ്ടമായിരുന്നു. ഇനിയിപ്പോൾ എക്സ്പയറി ഡേക്ക് ഇങ്ങോട്ട് എത്ര മുന്നോട്ട് പോയാലും നിങ്ങൾക്ക് 2,500 രൂപ എന്താണ്, പ്രോഫിറ്റാണ്. ഉദ്ദേശം ഒരു 1%. നിങ്ങൾക്ക് നിങ്ങളെ ഇതൊക്കെ കഴിഞ്ഞ് ഇത് ഇനിയും വർദ്ധിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇത് വേണമെങ്കിൽ ഇനി 600 എന്താക്കാം, 700 ആക്കാം. അപ്പോൾ കുറച്ചുകൂടി വർദ്ധിക്കും. ഓക്കെ, പക്ഷേ അതൊക്കെ നിങ്ങൾ ലാസ്റ്റ് കുറച്ചുകൂടി ഒരു 15 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ റേഞ്ച് വിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇതുപോലെ തന്നെയുള്ള രണ്ടാമത്തത്, അതിൽ കുറഞ്ഞ വ്യത്യാസമുള്ളതായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. ഒരു എൻഡ് ഓഫ് ദ ഡേ നോക്കാം. വീണ്ടും എൻഡ് ഓഫ് ദ ഡേ, നെക്സ്റ്റ് ഡേ വീണ്ടും നമ്മൾ എൻഡ് ഓഫ് ദ ഡേ പോവാണ്. അപ്പോൾ കുറേ 5-ാം തീയതിയായി. ഒരു കാര്യം ചെയ്യാം, ഒന്നുകൂടി വേണമെങ്കിൽ പോവാം. ഓക്കെ, അപ്പോൾ ഇത് ഒരുപാട് നമ്മൾ ചെയ്തിരുന്ന് ഒരുപാട് ദൂരത്തിലാണ് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലിപ്പോൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ 2 സെല്ലും ഒന്ന് ബൈ ചെയ്യാണല്ലോ. ഇതിൽ ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലോസ് ചെയ്യുക. അപ്പോൾ പാർഷ്യൽ എക്സിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്ന് എക്സിറ്റ് ചെയ്തു, ഒന്ന് ഇവിടെ നിർത്തി. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും റേഞ്ച് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഔട്ട് ഓഫ് ദ മണിയിൽ പോവാം. ഓക്കെ, അതിപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു 200, ഇതിൽ എന്ത് ചെയ്യുക, ഒന്നും കൂടി 2 ബൈ ചെയ്യുക. അപ്പോൾ എന്തായി, നിങ്ങൾക്ക് ഇതിൻ്റെ ഷേപ്പ് മാറി കുറച്ച് പ്രോഫിറ്റ്, വളരെ ചെറിയ പ്രോഫിറ്റ് ഇതിലുണ്ടാവുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഇത് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറേശ്ശെ കയറ്റി കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അപ്പോൾ ഈ സംഭവം അങ്ങനെ പൊന്തും. ഞാൻ ഒരുപാട് സമയം ഇതിന് വേസ്റ്റ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഈ സംഭവം കൂടുതലായിട്ട് പറയുന്നില്ല. ഇങ്ങനെയാണ് സംഭവം. ഒന്ന് പാർഷ്യൽ എക്സിറ്റ് ചെയ്യുക. ഇനി അല്ലാത്തവർക്ക് 2 എക്സിറ്റ് ചെയ്തിട്ട് പുതിയത് ഇതുപോലെ സെപ്പറേറ്റ് വാങ്ങിക്കുക. അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ. ഇതിനൊരല്പം എന്ത് കൂടുതലാണ്, കണ്ടോ, 1.80 ഉള്ളത് 2 അപ്പോൾ പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓപ്ഷൻ സെല്ലിങ് ഈസ് എവ്രിതിങ് യു ക്യാൻ ഡു വിത്ത് മണി. നിങ്ങളെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഓപ്ഷൻ സെല്ലിങ് ഒരിക്കലും നഷ്ടമില്ലാതെ നിങ്ങൾക്ക് ഇറങ്ങാം. അടുത്തത് എങ്ങനെയാണ് നമുക്ക് ഇത് ലിസാർഡാക്കി മാറ്റുക നോക്കാം. അപ്പോൾ ലിസാർഡാക്കി മാറ്റാൻ നിങ്ങൾക്കറിയാം, ഏത് കോൾ സൈഡിലും ചെയ്യാം, പുട്ട് സൈഡിലും ചെയ്യാം. അത് പുട്ട് സൈഡിലാണെങ്കിൽ ഒരു പുട്ട് ബൈ ചെയ്യുക, വേറൊരു പുട്ട് സെല്ല് ചെയ്യുക, ഒരു കോൾ ഷോർട്ട് ചെയ്യുക. ഇതിൻ്റെ റിവേഴ്സാണ് മറ്റേത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ ദിവസമായിട്ട് പോയി നോക്കാം. കുറച്ച് എൻഡ് ഓഫ് ദ ഡേ പോയി നോക്കാം. പിറ്റേ ദിവസം 3-ാം തീയതി കഴിഞ്ഞു, 4-ാം തീയതി
വീണ്ടും 5-ാം തീയതി. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപാട് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഈ സംഭവം മുന്നോട്ട് പോകില്ല. കാരണം ഇത് ഒരുപാട് സ്റ്റിമുലേഷന് വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ ഇതില്ല. ഓക്കെ, അതിന് സമയമില്ലാത്തതുകൊണ്ടാണ്. ഇത് 3-4 കാണിച്ച് വരുമ്പോഴേക്കും ആളുകൾക്ക് ഇത് കാണാൻ ക്ഷമ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ എത്തി. നമ്മൾ എത്രാം തീയതി? 5-ാം തീയതി എത്തി. ഓക്കെ, അപ്പോൾ നമുക്ക് 5-ാം തീയതി ഒരു കാര്യം ചെയ്യാം. 6-ാം തീയതി അപ്പോൾ ഇതിലിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലും പിന്നെ നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്ത് കളയാം. മറ്റേതാണോ സെല്ല് ചെയ്ത് അത് ബുക്ക് ചെയ്യുക. ആദ്യം ബൈലഗ് അവിടെ നിർത്തുക, മറ്റേത് ബുക്ക് ചെയ്യുക. ഓക്കെ, അത് ഞാൻ ബുക്ക് ചെയ്തു. എന്നിട്ട് വേണ്ടത് എത്രയാണോ നിങ്ങൾ ബൈ ചെയ്തത് അതിൻ്റെ തൊട്ട് മുകളിലുള്ള പ്രൈസ് നിങ്ങൾ സെല്ല് ചെയ്യണം. 21,800 ഇതാ 21,800 ഇപ്പോൾ നമ്മളെ ബൈയിങ് ഉള്ളത്. ഓക്കെ, ഞാൻ അതിൻ്റെ തൊട്ട് മേലെയുള്ളതല്ല, അതിൻ്റെ മേലെ, അതായത് റൗണ്ട് സ്ട്രൈക്ക് പ്രൈസ് ഇതെന്ത് ചെയ്യുന്നു? സെല്ല് ചെയ്യുന്നു. ഇപ്പോൾ ഇതെന്തായി? ഒരു ക്രെഡിറ്റ് സ്പ്രെഡായി അല്ലേ? സോറി, ഡെബിറ്റ് സ്പ്രെഡായി. അപ്പോൾ ചെറിയ ഡെബിറ്റേ ഉള്ളൂ, പക്ഷേ ആ ഡെബിറ്റാണ് ഇവിടെ എന്താവുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ലിസാർഡാക്കാൻ വേണ്ട എന്താ? ഒരു കോള് ഷോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളൊന്ന് നോക്കണം. എത്രയാണുള്ളത്? വെറും 8 രൂപേൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ശരിക്കും 8 രൂപ ആവുന്നതോടുകൂടി എന്താവും? നമ്മളെ പരമാവധി നഷ്ടമില്ലാതാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 8 നമ്മൾ കുറച്ച് മുകളിലുള്ളത്, പക്ഷേ എത്രത്തോളം നിങ്ങൾ പിറകെ പോകുന്നു അത്രത്തോളം നിങ്ങൾക്ക് എന്ത് കിട്ടും? റേഞ്ച് കിട്ടും. 23,400 നമ്മൾ എന്ത് ചെയ്യുന്നു? അതൊന്ന് ഷോർട്ട് ചെയ്യുന്നു. ഇപ്പം എന്തായി? ഇത് ലിസാർഡായി. ഓക്കെ, നിങ്ങൾക്ക് ഉദ്ദേശം ഒരു ഇപ്പോൾ ഉള്ള മാർക്കറ്റ് 22,400, 1,100 പോയിൻറ്റോളം, 1000 പോയിൻറ്റിൻ്റെ മുകളിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് ഉണ്ട്, അതുപോലെ പിറകിലേക്ക്. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നറിയോ? ഇത് പിന്നെ ഈ ബൈലഗും കൂടി കുറച്ചുകൂടി മുന്നോട്ട് വെച്ച് കൊടുത്ത് എന്ത് ചെയ്യുക? അങ്ങോട്ട് കൊണ്ടുവരാം അവസാനമാകുമ്പോൾ. വേറെ ഒന്ന് അല്ലെങ്കിൽ ഇവിടെ ഒരു സ്പ്രെഡ് ഇട്ട് കൊടുത്തിട്ട് ഇവിടുത്തെ വർദ്ധിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോകളിൽ വളരെ വിശദമായിട്ട് പറയും. അപ്പോൾ ഇങ്ങനെയാണ് ലിസാർഡ് ആക്കുക. ഓക്കെ, അപ്പോൾ ലിസാർഡായി ഇനി മാർക്കറ്റ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ പോലും 1,500 രൂപേൻ്റെ അടുത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. ഓക്കെ, അല്ല ഇങ്ങോട്ട് കയറുകയാണെങ്കിലോ 8 സംതിങ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് റേഷ്യോ സ്പ്രെഡ് ലിസാർഡാക്കി മാറ്റുക. ഇനി നമുക്ക് അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് കാണാം. ഇത് നോർമലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സാധനമാണ്, ബാറ്റ്മാൻ. എങ്ങനെയാണ് ഒരു റേഷ്യോ സ്പ്രെഡ് 1:2 ബാറ്റ്മാൻ ആക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മളെ റേഞ്ച് വിട്ട് പോകുമ്പോൾ എങ്ങനെയുള്ളത് നമുക്ക് നോക്കാം. ഇതുപോലെ തന്നെ 1:2 ആണ്. ബാക്കി നമ്മൾ സ്ഥിരം ഉപയോഗിച്ച അതേ സംഭവമാണ് ഇതൊക്കെ. ഞാൻ ഓരോ പ്രാവശ്യം ഇത് സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കാണിക്കില്ല, കാരണം സമയമില്ല. കാരണം 4 ചെയ്യണ്ടേ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ബാറ്റ്മാൻ ആക്കാനാണ് നിങ്ങളെ ചിന്ത എങ്കിൽ നിങ്ങൾ ആദ്യം ഇത് തമ്മിലുള്ള സ്ട്രൈക്കിൻ്റെ ഇത് 2-3 ദിവസം കഴിയുമ്പോൾ മാർക്കറ്റ് നമുക്കെതിരെ ഒരുപാട് ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ഉടനടി ഇത് തമ്മിലുള്ള ഗ്യാപ്പൊക്കെ കുറച്ച് ഇതിൻ്റെ ലാഭം നിങ്ങളത് ബുക്ക് ചെയ്യുക. ആ രീതിയിലൊക്കെ ചെയ്തതിന് ശേഷമൊക്കെ ചെയ്യുക. വീണ്ടും ഞാൻ പറയുന്നു, ഒരുപാട് അഗ്രസീവായിട്ട് ദയവായിട്ട് പോകരുത്. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മാർക്കറ്റ് തിരിച്ചിറങ്ങുന്ന സമയത്ത് ബുദ്ധിമുട്ടായി പോകും. ഓക്കെ, അപ്പോൾ ഇത് 5-ാം തീയതി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എൻഡ് ഓഫ് ദ ഡേ, 5-ാം തീയതി എൻഡ് ഓഫ് ദ ഡേ പോയി ഇപ്പോൾ ഇത്രയും 6-ാം തീയതി വരെ. ഓക്കെ, അപ്പോൾ വലിയ നഷ്ടമില്ല, ലാഭമൊന്നുമില്ല അവസ്ഥ. അപ്പോൾ ഇത്രയും ഇങ്ങോട്ട് പോകുന്നു. ഇനി നമുക്കിത് ഇങ്ങനെയാവും അങ്ങനെയാവുന്നുള്ള പ്രതീക്ഷ ഒന്നും വെക്കേണ്ട. അപ്പോൾ ഇത് ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചു തന്നുകൊണ്ട് വീണ്ടും ഞാൻ കാണിക്കില്ല. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉള്ള എവിടെയാണോ ATM 22,362 ആണ് അല്ലേ? അപ്പോൾ ഇതിന്ന് എന്ത് ചെയ്യണം? ഒരു 10-400 പോയിൻ്റ് ജാസ്തി ഔട്ട് ഓഫ് ദ മണി പോയിട്ട് വേണം. ഇവിടെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറിയ റേഞ്ചേ കിട്ടുള്ളൂ. ഒരുപാട് പുറകേക്ക് പോകുമ്പോൾ സംഭവം ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. നമുക്ക് CE സൈഡിൽ പോകണം. ഓക്കെ, CE സൈഡിൽ പോയിട്ട് ATM നിന്ന് ഒരു അതിന്നൊരു 250 പോയിൻ്റ് പോന്നിട്ട് ഒന്ന് ബൈ ചെയ്യുന്നു. അതിന് ശേഷം നമ്മളൊരു ഏറെക്കുറെ ഇനി എന്താവരുത്? ഡെബിറ്റ് ആവരുത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ 213 നമ്മൾ ഡെബിറ്റ് ആയി കഴിഞ്ഞാൽ ആൾറെഡി നമ്മൾ ചെറിയ ഡെബിറ്റ് ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഡെബിറ്റ് വരരുത്. ഇനി കുറച്ച് എന്ത് ചെയ്യുക? പുറത്തേക്ക് വന്ന് എന്ത് ചെയ്യണം? കുറച്ച് ഇതുണ്ടാവുന്ന രീതിയിൽ വേണം ഇനി അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് സെല്ല് ചെയ്തു. അപ്പോൾ അത് എത്രണ്ണായി? 2 സെല്ല് ചെയ്തു.
അപ്പോൾ നമുക്കിതാ കണ്ടോ ഒരു ബാറ്റ്മാനായി. ഇതിൽ നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് തല പോക്കാനൊന്നുമില്ല. ഇത് ജസ്റ്റ് 2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും. ഇത് എത്രത്തോളം നിങ്ങൾ ഔട്ട് ഓഫ് ദ മണി പോയി ചെയ്യുന്നു അത്രത്തോളം ഈ സൈഡിലുള്ള രണ്ടാമത് ഉണ്ടാക്കുന്ന ബാറ്റ്മാൻ്റെ ഈ കൊമ്പ് അത് കുറഞ്ഞ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാവേണ്ടതായിരിക്കും. അപ്പോൾ അടുത്ത നമ്മൾ വീഡിയോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ബാറ്റ്മാൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത് വെറും ഒരു സാധാരണ അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കില്ല, എക്സ്ക്ലൂസീവ്, വേറെ എവിടെയും നിങ്ങൾക്ക് കിട്ടാത്ത അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കും ബാറ്റ്മാൻ്റെ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 2 or 3 പ്രാവശ്യം കാണാൻ വേണ്ടി ശ്രമിക്കുക. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ATM നിന്ന് ഒരു 200-250 പോയിൻ്റ് മുന്നോട്ട് പോയിട്ട് നിങ്ങൾ ബൈ ചെയ്യുക. പിന്നെ അവിടെ നിന്ന് കുറച്ചുകൂടി ഒരു 10-200 പോയിൻ്റ് 200-250 പോയിൻ്റ്. ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് ദിവസങ്ങൾ മുന്നോട്ട് പോവുക. 15-ാം തീയതി ഒക്കെ ആയിക്കഴിഞ്ഞ് ഇത് ചെയ്യുമ്പോൾ ഒരുപാട് ഗ്യാപ്പ് കിട്ടില്ല. കാരണം പ്രീമിയം ഇറോഡ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ ആ കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു. എൻ്റെ സെപ്റ്റംബറിലെ ട്രേഡ് റിപ്പോർട്ടൊന്ന് കാണാം, പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇതൊക്കെ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഓക്കെ, അപ്ലൈ കൊടുത്തു. ഇത് ഇക്വിറ്റിയാണ്, ഇക്വിറ്റി ഒന്നും ഞാൻ ചെയ്തില്ല. അപ്പോൾ ഡെറിവേറ്റീവ്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്. ഓക്കെ, ശ്രദ്ധിക്കുക. 1-ാം തീയതി സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഓക്കെ, ഇതിലൊന്നും ഒരു കള്ളക്കളിയോ നമുക്ക് വേറെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള പരിപാടിയൊന്നുമില്ല. ഓക്കെ, പിന്നെ എൻ്റെ പേര് ഇവിടെ ഉണ്ടാവും, പുഴങ്കടവത്ത് കൊല്ലേരി ഉണ്ണിമേനോൻ, സംഭവങ്ങളൊക്കെ ഇതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ് ഓക്കെ വന്നല്ലോ. 77,094 രൂപ ആണ് ഉള്ളത്. 15 ലക്ഷം റുപ്യയാണ് ക്യാപിറ്റൽ. ഇപ്പോൾ ഇതൊന്നും കൂടുതലായിട്ട് കാണിക്കാൻ പാടില്ല, പക്ഷേ അത് ജെനുവൻ വന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ ഇതായി കളഞ്ഞത്. 15 ലക്ഷം റുപ്യയാണ് ക്യാപിറ്റൽ. അതിൽ പ്രാവശ്യം അൾട്രാ വിറ്റ്സ് ലോ ആയിരുന്ന സമയത്ത് 12ലേക്ക് ചുരുക്കിയിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് പ്രാവശ്യം ഉണ്ട്. ഇതിൽ ടാക്സബിൾ ഇത്രയാണ്, നെറ്റ് ഗെയിൻ ഇത്രയാണ്, 77 സംതിങ് ആണ്. അതിൽ ടാക്സ് മറ്റൊക്കെ കഴിച്ചിട്ടുള്ളതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് P&L ഉള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കൃത്യമായി ഓപ്ഷൻ സെല്ലിങ്ങിനെ കുറിച്ച് കഴിഞ്ഞ മാസത്തെ ഒരു പ്രത്യേകത മനസ്സിലാക്കേണ്ടത്, 1000 പോയിൻ്റ് മുകളിലേക്ക് കയറി, അതേപോലെ 900 പോയിൻ്റ് താഴത്തേക്ക് ഇറങ്ങി. 1-ാം തീയതി മുതൽ 17-ാം തീയതി വരെ നിങ്ങൾ ചാർട്ട് നോക്കിയാൽ മതി, അത്രയും കയറി വീണ്ടും അത്ര ഇറങ്ങി. അപ്പോൾ ആ സമയത്തൊക്കെ ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ അത് അത്രയും ഈ ഓപ്ഷൻ സെല്ലിങ്ങിലെ സ്പെഷ്യലിസ്റ്റുകൾക്ക് മാത്രം അതിജീവിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ്. അത് ഞാൻ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, അത് നിങ്ങൾ ആരോടെയും ചോദിച്ചാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. മെയിൻ ചാനൽ, മറ്റേ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചാനലുകൾ അവർക്ക് വേറെ തന്നെ ഉണ്ട്. ഇതാണ് മെയിൻ ചാനൽ. അപ്പോൾ ഇതിലാണ് നമ്മൾ ട്രേഡ് ഇതിൽ P&L, എൻ്റെ സെപ്റ്റംബറിലെ P&L ആണ് ഇപ്പം കാണിച്ചത്. അതുപോലെ ഇതിൽ ഓരോ മണിക്കൂർ കൂടുമ്പോൾ അതുപോലെ വാർത്തകൾ, അന്നത്തെ വാർത്തകൾ, ആ മണിക്കൂർ നേരത്തെ വാർത്ത, ഓരോരുത്തരെ, ഇതൊക്കെ നമ്മളെ സ്റ്റുഡൻറ്റിൻ്റെ ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊക്കെ എന്താണ് ഓരോരോ മണിക്കൂർ കൂടുമ്പോൾ അല്ലെ 2 മണിക്കൂർ കൂടുമ്പോൾ ഉള്ള മാർക്കറ്റിൻ്റെ അപ്ഡേറ്റുകളാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ദയവായിട്ട് നിങ്ങൾ നമ്മളെ ചാനൽ എഡ്ജ് വിത്ത് ഹെഡ്ജ് സെർച്ച് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കൂടുതൽ അപ്ഡേറ്റുകൾക്കും എക്സ്ക്ലൂസീവ് വീഡിയോകൾക്കും വേണ്ടിയിട്ട് ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ലൈക്ക് ചെയ്യുക. പിന്നെ ട്രേഡ് സംബന്ധിച്ചുള്ള എല്ലാ അപ്ഡേറ്റിനും വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അതുപോലെ നമ്മുടെ വാട്സാപ്പ് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് രീതിയിലുള്ള എൻക്വയറിക്കും അതിൽ മറുപടി ലഭിക്കുന്നതാണ്. അതും ജോയിൻ ചെയ്യാൻ വേണ്ടി മറക്കാതിരിക്കുക. പിന്നെ ഇപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വരെ നമ്മളെ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.